السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه أجمعين. ഏറെ സ്നേഹധന്യരായ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് പരിശുദ്ധ റമദാൻ. നമുക്കറിയാം, 114 അധ്യായങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരധ്യായം, പരിശുദ്ധ ഖുർആനിന്റെ 1/3 തുല്യമാകുന്ന പ്രതിഫലം അല്ലാഹു തആല തരാമെന്ന് ഏറ്റ ഒരധ്യായം. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട സ്വഹാബികളെ, ഓരോ രാത്രിയിലും പരിശുദ്ധ ഖുർആനിന്റെ 1/3 പാരായണം ചെയ്യൽ നിങ്ങൾക്ക് അസാധ്യമാകുമോ? സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, എല്ലാ രാത്രിയിലും പതിവായി ഖുർആനിന്റെ 1/3 ഭാഗം എങ്ങനെ പാരായണം ചെയ്യും? അപ്പോഴാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഫീ ലൈല, ഒരു രാത്രിയിൽ, ഫഖദ് ഖറഅ സുലുസൽ ഖുർആൻ, അവന്റെ ആ രാത്രിയിൽ ഖുർആനിന്റെ 1/3 പാരായണം ചെയ്തിരിക്കുന്നു. ഖുർആനിന്റെ 1/3 പാരായണം ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. മാത്രവുമല്ല, മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നത് കാണാം, സലാസും മൻ ജാഅ ബിഹിന്ന മഅൽ ഈമാൻ ദഖല മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശാഅ. 3 വിഭാഗം ആളുകൾ വിശ്വാസികളായി ജീവിച്ച് 3 വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോ സുഖലോക സ്വർഗത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കവാടത്തിലൂടെ കടന്നു പോകാൻ കഴിയും. വസുവ്വിജ മിനൽ ഹൂറിൽ ഐനി ഹൈസു ശാഅ, ഹൂറുൽ ഐനിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ അവർക്ക് ഇണയായി ലഭിക്കപ്പെടുകയും ചെയ്യും. ആരാണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഫാ അൻ ഖാതിലിഹി, കൊലയാളിക്ക് മാപ്പ് നൽകിയവൻ. രണ്ടാമതായി പുണ്യനബി പറഞ്ഞു, വഅദ്ദാ ദൈനൻ ഖഫിയ, മറഞ്ഞു കിടക്കുന്ന കടം അത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കാമെന്നതിലപ്പുറം അത് കൊടുത്തു വീട്ടാൻ വേണ്ടി ശ്രമിച്ചവൻ. മൂന്നാമതായി ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഖറഅ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ 10 മർറാത്തിൻ ഖുൽ ഹുവല്ലാഹു അഹദ്, ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് പിറകെയും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ അവൻക്ക് സ്വർഗത്തിന്റെ ഇഷ്ടപ്പെട്ട കവാടത്തിലൂടെ കടന്നു പോകാൻ കഴിയുമെന്ന് ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. മാത്രവുമല്ല, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 50 മർറ ഗുഫിറത് ലഹു ദുനൂബു 50 സന, 50 വട്ടം ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ അവന്റെ 50 വർഷത്തെ ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെയും പറയുന്നു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹീന യദ്ഖുലു മൻസിലഹു, ഒരാൾ അവന്റെ വീട്ടിലേക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് പ്രവേശിച്ചാൽ, നഫത്തിൽ ഫഖറ അൻ അഹ്ലി ദാലിക്കൽ മൻസിലി, ആ വീട്ടുകാരിൽ നിന്ന് ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിന്റെ പ്രാധാന്യം ധാരാളം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ജനാസ നിസ്കാരത്തിന് വരെ അള്ളാഹുവിന്റെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകും. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്നവർക്ക്. ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധവേളയിൽ തബൂക്കിലാണ്. അപ്പോഴാണ് ഒരു ദിവസം നേരം പുലർന്നപ്പോൾ അന്തരീക്ഷം മേഘാവൃതമായതുപോലെ. ഇത് കണ്ടപ്പോൾ പുണ്യനബിക്ക് വേവലാതിയായി, അള്ളാഹുവിന്റെ വല്ല അദാബും വരികയാകുമോ? അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ ചോദിച്ചു, നബിയെ, എന്താണ് അങ്ങയുടെ മുഖത്തൊരു വിഷമം? അപ്പോൾ മഹാനായ പ്രവാചകൻ അന്തരീക്ഷത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു.
അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, പ്രിയപ്പെട്ട നബിയേ, ഇന്ന് ഇവിടെ വെളിച്ചമില്ലാത്തത്, ഇവിടെ മേഘാവൃതമായതുപോലൊരു മൂടാരം അനുഭവപ്പെട്ടത്. അള്ളാഹുവിന്റെ ആകാശലോകത്ത് നിന്ന് 70,000 മാലാഖമാരിതാ ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നോ, മദീനയിൽ ഒരു സ്വഹാബി ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാനാണത്. പുണ്യനബി ചോദിച്ചു, ആരാണ് ജിബ്രീലേ? അത് മഹാനായിരിക്കുന്ന മുആവിയത്ത് ബിൻ അബീ മുആവിയത്തുൽ ലൈസി തങ്ങളാണ്. ഉടനടി ആദരവായ റസൂലുള്ള ചോദിക്കുന്നു, ഇതിന് അദ്ദേഹം ചെയ്ത നന്മ എന്താണ്? അപ്പൊ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടി, കാന യുക്തിറു ഖിറാഅത ഖുൽ ഹുവല്ലാഹു അഹദ് ഫിൽ ലൈലി വഫിൻ നഹാരി വഫീ മംശാഹു വഖിയാമിഹി വഖുഊദിഹി. ഈ മുആവിയത്ത് ബിൻ അബീ മുആവിയത്തുൽ ലൈസി തങ്ങൾ അദ്ദേഹത്തിന്റെ രാപ്പകലുകളിൽ, അദ്ദേഹത്തിന്റെ നടത്തത്തിലും നൃത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ ഖുൽ ഹുവല്ലാഹു അഹദ് ധാരാളമായി ഓതാറുള്ള ആളായിരുന്നു നബിയെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ മാലാഖമാര് ഭൂമിയിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് തബൂക്കിലേക്ക് സൂര്യകിരണങ്ങൾ വരാത്തതെന്ന് മഹാനായിരിക്കുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു. മാന്യ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാൻ അറിയാത്തവരാരും ഉണ്ടാകില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമുക്കും ഓതണം കുറച്ച് സൂറത്തുൽ ഇഖ്ലാസ്. എല്ലാ ദിവസവും ഒരു 100 തവണയെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ഞാനും നിങ്ങളും സമയം കണ്ടെത്തണം. അതിലൂടെ നമുക്ക് നമ്മുടെ ദുനിയാവിലെ പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, ദാരിദ്ര്യങ്ങള് എല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ നാളെ പരലോകത്ത്, നമ്മുടെ ബർസഖിയായ ലോകത്ത്, ഖബറിലും തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിലുമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കതുകൊണ്ട് വലിയ ഗുണം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം പരിശുദ്ധ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാനുള്ള തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.